അല്ല അച്ഛൻ അയാളെ കണ്ടപ്പോഴല്ലേ നമ്മളൊരു അടാർപ്പണ എന്ന ഷോർട്സിൻ്റെ കഥ ഉണ്ടായേ. ആടാ അയാൾ തന്നെ നമ്മളെ കഥൻ്റെ കാരണക്കാരൻ. അയാളതാ പോണ്, അതാ പോണ്. റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ ഒരാൾ നടന്നു പോവില്ലേ ഇനിയോ. അന്നേരം ഞാൻ എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞ ഈ മസാല സാധനം മേടിച്ച വീഡിയോത്തെ അയാൾ എന്നെ തെരഞ്ഞു വരുന്നുണ്ടെന്ന്. അതൊക്കെ ഇപ്പോൾ അവിടെ ഒരു അടാർപ്പണയെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമായിട്ട് മാറി. അത് ഭയങ്കര വിജയമായി പോയിട്ട് ആ ഷോർട്സ് വരൂർ മൂവീസിൽ ഇട്ടുകയാണെങ്കിൽ ഇത്ര റീച്ച് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല ആ ഷോർട്സ് 1 ലക്ഷം ആൾക്കാർ കണ്ടില്ലേ? അതൊരു സംഭവം തന്നെ ആയില്ലേ ഇമ്പക്കത് സംഭവം തന്നെയാണ്ടാ. ഇമ്പളെ പരഗുരു മൂവീസ് ചാനല് 4 ദിവസം കൊണ്ട് 1 ലക്ഷത്തിലും കൂടുതൽ വ്യൂസ് കണ്ട ഷോർട്സ്. അത് ഒരു അടാർപ്പണയം തന്നെ. അതൊരു സംഭവം തന്നെയാ. ഇത്രയും വിജയിക്കുന്നു ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല. ഇനിയും കൊടുക്കണം പണി, പുതിയ ഇറക്കണം ബുക്ക്. അച്ഛാ അതിന് നമ്മളെ ചാനലിൽ വീഡിയോസും ഷോർട്സൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടേക്കണം. എന്നാലും നമ്മളെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ കിട്ടിയിട്ട് ചാനൽ അങ്ങോട്ട് റീച്ച് ആവുള്ളൂ. ഇനി എന്തായാലും വേണ്ടിയില്ല. ഇനി നമ്മളെ പരഗുരു മൂവി ചാനലിൽ നല്ല നല്ല കണ്ടന്റ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തിട്ട് റീച്ച് ആക്കാനുള്ള പരിപാടിയാ ഇനി അച്ഛൻ്റെ അടുത്ത് നിൽക്കും. എന്താ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണേ? എന്താ അറിയോ, ഞങ്ങൾ രണ്ടാളും സീരിയസ് ആയിട്ട് പറയണേ. ഇന്നാള് ഈ റോട്ടും കൂടെ ഇങ്ങനെ ഒരാൾ പോയി. അപ്പം ഞാൻ മുന്നോട് പറഞ്ഞു, ഈ മസാല സാധനം മേടിച്ച ഈ കടം മേടിച്ച വീഡിയോത്തെ ആളാണ്, അബൂക്കാരനെ തെരഞ്ഞു എന്ന്. അപ്പം അതിങ്ങനെ ഉരുത്തിരിഞ്ഞ് ഒരു ഷോർട്സ് ആയിട്ട് മാറി. അപ്പം അതാണ് ഒരു അടാർപ്പണ എന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് പരഗുരു മൂവി ചാനലിൽ. 1 ലക്ഷത്തിലും കൂടുതൽ ആൾക്കാരാണ് 4 ദിവസം കൊണ്ട് കണ്ട്. അപ്പോൾ അതേമാതിരത്തെ ഒരു കഥ കിട്ടുമെന്നുള്ളത്, കഥ ഒരുപാടുണ്ട്, പക്ഷെ കോമഡി കഥ കിട്ടുമെന്നുള്ള ലെവലിൽ ഇങ്ങനെ ഇവിടെ തന്നെ ഓനവിടെ ഇരുത്തി ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങളിങ്ങനെ റോഡ് കാഴ്ച നടത്തുക.